ആ തടിയനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അമ്മിക്കുത്തുകാരായി ഇറങ്ങിയാലോ? അറിയാത്ത പണി ചെയ്യുന്നവരായിട്ടുള്ള നടപ്പിനി വേണ്ട. നിനക്കറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും മൂക്കുമുട്ട തിന്നുപിടിക്കലും അല്ലേ? ആണോ? എന്നാ നീ തരിച്ചങ്ങ് വേഷം മാറും. അങ്ങനെ തടിക്കാനല്ല തമിഴ്നാട് ഗവൺമെന്റ് നിനക്ക് ശമ്പളം തരുന്നത്. നീ നേതാവും ഞാൻ ശിഷ്യനുമാണെന്നാണ് നിന്റെ ഭാവം. എന്റെ ഒരു ഐഡിയ എന്നെങ്കിലും നീ ഒന്ന് പരിഗണിച്ചിട്ടുണ്ടോ? വല്ല ഐഡിയയും നീ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്നാൽ ഒരു ഐഡിയ പറയട്ടെ. നമുക്ക് കപ്പട മീശയും തലയിലൊരു കെട്ടുമൊക്കെ ആയിട്ട് പക്ഷിശാസ്ത്രക്കാരാകാം. എവിടെയും കയറി ചെല്ലാം, എന്തു നുണയും പറയാം. പക്ഷിശാസ്ത്രമാകുമ്പോ ഈ തത്തയെ കൊണ്ട് കാർഡെടുപ്പിക്കണ്ടേ? അത് വളരെ എളുപ്പമല്ലേ. ചിറക് മുറിച്ച തത്തയായിരിക്കും. നമ്മൾ തത്തയെ കൂടിന്റെ പുറത്തേക്ക് ഇറക്കി വിടണം. എന്നിട്ട് കൂടിന്റെ ഒരു വശത്ത് ടിക് 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 എന്ന് പതുക്കെ മുട്ടണം. മുട്ടൽ എപ്പ നിർത്തുന്നോ തത്ത ഉടൻ കാർഡെടുക്കും. ഈ വിദ്യ നീ എങ്ങനെ പഠിച്ചു? ദാസ, നീ വിചാരിക്കുന്നത് പോലെ ഞാൻ ചുമ്മാ CAD ഒന്നും അല്ല. ഇതുപോലെ 100 കണക്കിന് ഐഡിയാസ് ഇനിയും വേണേ പറഞ്ഞുതരാം. ആദ്യം ഇത് വിജയകരമാകുമെന്ന് നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, വിജയം സുനിശ്ചിതം. ഗെറ്റ് റെഡി CAD മിസ്റ്റർ ദാസൻ. ഓക്കെ, ശരി മിസ്റ്റർ വിജയൻ. CAD പണി ഒന്നുകിൽ ആ പിശാചിന്റെ പേരറിയണം, അല്ലെങ്കിൽ അവൻ ഏത് ഏറിയല്ല താമസിക്കുന്നതെന്ന് അറിയണം. ഇതൊന്നുമില്ലാതെ കഷണ്ടി ഉണ്ട് കുഷണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെ ചെന്ന് അന്വേഷിക്കാൻ? ഈ പണ്ടാരത്തിനാണെങ്കിൽ മുടിഞ്ഞ വേറ്റു. പക്ഷിശാസ്ത്രക്കാരുടെ വേഷത്തിൽ നടന്ന എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കള്ളന്മാര് നേരിട്ട് ഹാജരാവുമെന്ന് നീ അല്ലടാ പറഞ്ഞത്? ഏതായാലും നിന്റെ കൊടതന്നാക്കൽ പരിപാടി പോലെ നാറിയില്ല. അന്ന് തടികേടാവാഞ്ഞത് എന്റെ അപ്പനപ്പന്മാരുടെ അനുഗ്രഹം കൊണ്ടാ. CAD പണിയാകുമ്പോ ചിലപ്പോ തടി കേടായെന്നിരിക്കും. ഇഷ്ടമില്ലെങ്കിൽ ഈ കുപ്പായം മൂരി വെച്ചിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയ്ക്കോ. ഇഷ്ടമില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ തനിച്ചായിരുന്നെങ്കിൽ ഈ കേസൊക്കെ പുല്ല് പോലെ കണ്ടുപിടിച്ചേനെ. ഒരു കാര്യം ചെയ്യാം, ഇനി അങ്ങോട്ട് നീ നിന്റെ വഴിക്ക് അന്വേഷിച്ചോളൂ, ഞാൻ എന്റെ വഴിക്ക് അന്വേഷിച്ചോളാം. ആയിക്കോട്ടെ, എനിക്കൊരു പരാതിയുമില്ല. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ ആ തടിയനെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചാണ്? റെസ്റ്റോറന്റ് വെച്ച്. ആണല്ലോ. നമ്മൾ ഇവിടെ ഇത്രയും അഭ്യാസങ്ങൾ കാണിച്ചു. ആ റെസ്റ്റോറന്റിൽ ഒന്ന് പോയി നോക്കാനുള്ള ബുദ്ധി നിനക്കുണ്ടായോ ഇതുവരെ? യെസ്. ഇല്ല. എന്നാ ആ ബുദ്ധി എനിക്കിപ്പോ ഉണ്ടായി. നമ്മൾ എത്രയും പെട്ടെന്ന് ആ റെസ്റ്റോറന്റിലേക്ക് നീങ്ങുന്നു. ഒരു ടാക്സി വിളിക്ക്. നിന്റെ ബുദ്ധിയില്ലായ്മ നീ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. എടാ, ഇന്ന് വരെ പക്ഷിശാസ്ത്രക്കാര് ടാക്സി സഞ്ചരിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. യെസ്. വാ, നമുക്ക് ബസ്സിൽ പോകാം. സാർ കൈവാക്കണമാ? പോക്കറ്റ് അടിക്കാൻ നടക്കല്ലേ? അതെ, നിങ്ങൾ തന്നെയാ. ഇന്നാളെ രണ്ടുപേരും കൂടെ കൊടാന്നാക്കാനാണെന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വന്നില്ലേ? അപ്പൊ താടിയും തൊപ്പിയായിരുന്നു. ഇത് കള്ളമീശ കേട്ടോ. സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല? CIDകളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ബസ് സ്റ്റോപ്പിൽ വെച്ച് നാട്ടുകാർ തന്നത് പോരാഞ്ഞ് ഇദ്ദേഹം ഞങ്ങൾക്ക് പെരുമാറി. നോക്കണം സാർ, നോക്കണം സാർ. ഇവർ തമിഴ്നാട്ടിൽ നിന്ന് കേസന്വേഷിക്കാൻ വന്നവരാണ്. 1000 പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു തമിഴ്നാട്. ഐ എം സോറി സാർ. CIDകളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി ഇവരെയൊക്കെ പിടിച്ച് അകത്തിട്ട് 4 പൊട്ടിക്കണം ആദ്യം. അത് പിന്നെ വീട്ടിൽ വന്നപ്പോ മുസ്ലിം വേഷം, ബസ് സ്റ്റാൻഡിൽ പക്ഷിശാസ്ത്രം. ആരായാലും സംശയിച്ചു പോയില്ലേ സാർ? ഓക്കെ, നിങ്ങൾക്ക് പോവാം. പക്ഷെ ആളുകളെ ദേഹോപദ്രം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതിനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പോണം. സാർ, എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? മുസ്ലിം വേഷം, പക്ഷിശാസ്ത്രം. എന്താ കുഴപ്പം? ഞങ്ങൾ കേസ് തെളിയിച്ചാൽ സ്റ്റേറ്റ് പോലീസിന് ഇഷ്ടമാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. തമിഴ്നാട്ടിൽ കേസില്ലാഞ്ഞിട്ടല്ല, കെഞ്ചിയിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. വിരോധമുണ്ട്, ഞങ്ങൾ ഉടനെ വിട്ടേക്കണം. എനിക്കൊരു വിരോധമില്ല. കൊലപാതകയുടെ രക്തം പരിശോധിച്ചിട്ട് എന്തായി? ഒരു വിവരം അറിഞ്ഞില്ലല്ലോ. അതൊന്നും വേണ്ടെന്നല്ലേ അന്ന് പറഞ്ഞത്? ഞങ്ങൾ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണം. ഞങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉടൻ വേണം. ഒരു ഡമ്മി ശരിയാക്കാൻ പോലും വയ്യാത്ത നിങ്ങളെയൊക്കെ
കമോൺ. സാർ എന്റെ ജീപ്പിൽ പോവാം. എന്താ? ജീപ്പിൽ പോവാം. സ്റ്റേറ്റ് പോലീസിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. യെസ്. കുട നന്നാക്കാൻ പോയപ്പം തല്ലിന്റെ ഒരു ചുറ്റുപാട് ഒത്തു വന്നേ ഉള്ളൂ. പക്ഷിശാസ്ത്രത്തിൽ അത് യാഥാർത്ഥ്യമായി പരിണമിച്ചു. ഇനി ഇതുപോലെ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. തല്ലിന്റെ ഇടെ ആ തത്തയും കൂടും പോയി, ഇല്ലെങ്കിൽ നിനക്കതൊരു തൊഴിലായന്. നല്ല ചേർച്ചയായിരുന്ന വേഷം. എന്തുവാ നോക്കുന്ന? പെണ്ണായി പോയി, എന്റെ കൈ തരിക്കുന്നു. ആ കുട്ടി അറിഞ്ഞോ നമ്മൾ സിഐഡികളാണെന്ന്? സത്യം അങ്ങ് തുറന്നു പറഞ്ഞ പോരായിരുന്നു, ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. വേഷം മാറി നടക്കുന്ന സിഐഡികളെ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഞങ്ങളിങ്ങനെ പല പല വേഷങ്ങളിൽ നടന്നിട്ടാണ് ഭയങ്കരമായ പല കേസുകളും കണ്ടുപിടിക്കുന്നത്. കുട ചേത്തിയാക്കിയതിൽ ദേഷ്യം തോന്നരുത്. അതായിപ്പോ വലിയ കാര്യം, മനുഷ്യന്റെ എല്ല് വെള്ളായി. സോറി. ഏയ് സാരമില്ല. കുട്ടിയുടെ ബസ് വന്നില്ലേ? ബസ്സൊക്കെ പോയി. എന്തായാലും ഇന്നിന് നേരത്തിനെത്താനൊക്കില്ല, അതുകൊണ്ട് തിരിച്ചു പോവാ. ഓ, എവിടെ വർക്ക് ചെയ്യുന്നു? അങ്ങനെ വലിയ വർക്കൊന്നുമില്ല, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേൾ ആണ്. എന്താ പേര്? ശോഭ. ഞാൻ രാംദാസ്. ദാസ, നമ്മുടെ ജോലി കേസന്വേഷണമാണ്. യെസ്. എവിടെയാണ് ഈ ടെക്സ്റ്റൈൽ ഷോപ്പ്? ആകാശത്തില്. ഞങ്ങൾ കേസ് അന്വേഷണത്തിന് പോകുമ്പോ മെയിൻ ഓഫീസേഴ്സിന്റെ കൂടെ കോൺസ്റ്റബിൾ കാണും, കാര്യങ്ങളൊക്കെ നോക്കാൻ. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ പാവത്തിന് കോളേജിൽ പോകാനുള്ള ചുറ്റുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റബിൾ ആയി പോയി. ഉന്തുവണ്ടിയിൽ കായികറി വിൽപ്പനയായിരുന്നു ഇവന് മദ്രാശിയിൽ പണി. അതെ അതെ, ഞാൻ ഓർക്കുന്നു. ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി ഒരിക്കൽ എനിക്ക് അങ്ങനെ വേഷം കെട്ടേണ്ടി വന്നു. അല്ലേലും ജാത്യാലുള്ളത് തൂത്താ പോകൂലടാ. മൂപ്പര് വലിയ ചുണ്ടിക്കാനാണെന്ന് തോന്നുന്നു. ഹേയ്, അങ്ങനൊന്നുമില്ല. പുള്ളിക്ക് ഈ ഓഫീസർ കോൺസ്റ്റബിൾ കോംപ്ലക്സ് അങ്ങനെ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു. പിന്നെ കാണാം. ഓക്കെ. CID ആയപ്പോഴെങ്കിലും നിന്റെ സാംസ്കാരിക നിലവാരം സ്വല്പമെങ്കിലും ഉയരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഉന്തുവണ്ടിയുടെ കാര്യം ഇനി ആരോടെങ്കിലും മിണ്ടിയാൽ നിന്റെ മോന്തക്കെട്ട് കുത്തുവെച്ചേരും ഞാൻ. എടാ, നീ PCOM ഫസ്റ്റ് ക്ലാസ് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. മനുഷ്യന്റെ തൊലി ഉരിയട്ടടാ, അസൂയത്തുലിയാ ഉരിയുന്നത്. എടാ, ഒരു ബികോം ഫസ്റ്റ് ക്ലാസ് നിനക്ക് സ്വപ്നം കാണാൻ പറ്റൂ? എനിക്ക് കിട്ടുന്ന മെഡലിന്റെ പങ്ക് പറ്റാൻ നടക്കുന്ന വിട്ട് CID-യിലടാ നീ നീ. പോടെ കള്ള CID. അപ്പൊ ഇന്നലെ രാത്രിയിലും നമ്മളെ തട്ടാൻ അവൻ ശ്രമിച്ചിരുന്നു. അതെ, വളരെ ശ്രദ്ധയോടെ നീങ്ങിയാലേ കാര്യം നടക്കൂ എന്നവൻ പറഞ്ഞു. നമ്മളെ അവന് സ്വല്പം പേടിയുണ്ടെന്നർത്ഥം. വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ലത്രേ. ജയ, നമ്മളും ശരിക്കൊന്ന് തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. അത് അത്യാവശ്യമാണ്. ഏതായാലും ആളിനെ പിടികിട്ടിയല്ലോ. ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. ചരട് വലിക്കുള്ള സമയമായിരിക്കുന്നു. ഞങ്ങൾ പിടിച്ചാൽ പിടിച്ച പോലെ ഇരിക്കും. ഞങ്ങളുടെ ഓരോ നീക്കങ്ങളും വളരെ ബുദ്ധിപൂർവമായിരിക്കും. ഇനി ഞങ്ങൾക്ക് എല്ലാ തയ്യാറെടുപ്പുകളും വേണം. കാറ്, വെടിയുണ്ടകൾ, നഗരത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാനുള്ള വയർലെസ് സൗകര്യം. പിന്നെ എത്രയും പെട്ടെന്ന് ഒരു 10,000 രൂപയെ. 10,000 രൂപയോ? എന്താ പേടിച്ചു പോയത്? ചിലപ്പോൾ ഒരു കാർ ചേസ്, മറ്റു ചിലപ്പോൾ വില്ലന്മാർ താമസിക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഞങ്ങളുടെ താമസം, ഭക്ഷണം, ഇതൊക്കെ കാശില്ലാതെ നടക്കൂ. കേസ് പിടുത്തം വളരെ ചെലവുള്ള ഒരു ഏർപ്പാടാണ്. അപ്പൊ വന്ന് കാശ് ചോദിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. വി ആർ സീരിയസ് ഫ്രം തമിഴ്നാടു. പിന്നെ കാർ എന്ന് പറഞ്ഞാൽ ഒരു ബെൻസ് തന്നെ ആയിക്കോട്ടെ, അല്ലേ CID മിസ്റ്റർ രാംദാസ്? അങ്ങനെ ആയിക്കോട്ടെ CID മിസ്റ്റർ വിജയൻ. മുഖ്യമന്ത്രി പോലും അംബാസഡർ കാറിലാണ് സഞ്ചരിക്കുന്നത്. ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് ബെൻസ് വേണം. സർ, ജീപ്പ് മാത്രമേ സംഘടിപ്പിക്കാൻ പറ്റൂ. ദയവ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അന്നത്തെ ആ കൊലയാളിയുടെ ബ്ലഡ് ഗ്രൂപ്പ് പരിശോധന ഇതുവരെ കഴിഞ്ഞില്ലേ? റിപ്പോർട്ട് വന്നല്ലോ. AB പോസിറ്റീവ് ആണ്. AB പോസിറ്റീവ്? ഓ, നമ്മുടെ AB പോസിറ്റീവ്. ആ, അപ്പൊ പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. സ്വർണം കണ്ടാൽ വിസിലടിക്കുന്ന ഒരു മെഷീനില്ലേ, അതും വേണം. പോലീസ് സേന എപ്പോഴും റെഡിയാക്കിയിരിക്കണം. തോക്കുകളോ മറ്റായുധങ്ങളോ വേണ്ടി വന്നാൽ ഉടൻ സപ്ലൈ ചെയ്യണം. ഞങ്ങളിതാ നീങ്ങുകയാണ്. അവസാനമില്ലാത്തൊരു പോരാട്ടത്തിന് ഞങ്ങളിതാ തയ്യാറായി കഴിഞ്ഞു. കമാൺ. ആ, കുറച്ച് പോലീസ് നായ്ക്കളെ കൂടെ റെഡിയാക്കി നിർത്തിക്കോളൂ. എനിക്ക് മനസ്സിനൊരു സമാധാനവും ഇല്ല. വല്ല സംശയം തോന്നിയാൽ അയാൾ എന്നെ കശാപ്പ് ചെയ്യും. സംശയം തോന്നാതിരിക്കാനല്ലടാ വേഷം മാറിയിരിക്കുന്നത്. വേഷം മാറിയപ്പോഴൊക്കെയാ തല്ലും കിട്ടിയിട്ടുള്ളത്. ആ, പിന്നെന്താ കുഴപ്പം? തല്ല് കിട്ടി പരിചയമുണ്ടല്ലോ. എടാ, ഇനി അഥവാ നീ മരിച്ചു പോയാലും നീ പേടിക്കേണ്ട വിജയ. ഈ കേസ് ഞാൻ കണ്ടുപിടിച്ചോളാം. ദാസ, അറം പറ്റും. അറം പറ്റില്ല വിജയ. എടാ, 2 തുള്ളി രക്തം, 2 തുള്ളി, അത് AB പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഈ അന്വേഷണം പരിപൂർണ ജയം. അപ്പൊ ഞാനവിടെ വേലക്കാരനായി ചെന്നിട്ട് അയാളുടെ ഇവിടെ വിജയ് എത്ര പ്രാവശ്യം നിനക്ക് ഞാൻ പറഞ്ഞു തരണം? ഇതാ, ഇത് കണ്ടോ? ഇത് സൂചി കണ്ടല്ലോ. ഇത് അയാളുടെ കയ്യിലോ കാലിലോ കുത്തി കയറ്റണം. എന്നിട്ട്
ദേ ഇത് കണ്ടോ, ഇത് പുറമോട്ട് വലിക്കണം, അപ്പൊ ബ്ലഡ് കിട്ടും. അത്ര തന്നെ. അപ്പൊ ഈ കുപ്പിയിൽ എന്തോ പറഞ്ഞല്ലോ. ഒറ്റ കുത്തു വെച്ചാണ്ടല്ലോ. എടാ ഇത് ക്ലോറോഫോം. ഇത് പഞ്ഞിയിലെ 1-2 തുള്ളി ഇറ്റിച്ചിട്ട് വേണം ആ ഭീകരന്റെ മൂക്കിൽ വെച്ച് അമർത്താൻ. അപ്പൊ അയാൾ ബോധം കിടും. എന്നിട്ട് വേണം ബ്ലഡ് എടുക്കാൻ. ആ അത്രേ ഉള്ളൂ. അപ്പൊ ക്ലോറോഫോം മൂക്കിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അയാൾ സമ്മതിക്കും അല്ലേ? എടാ അയാൾ ഉറങ്ങുമ്പോ വേണം ഇത് മൂക്കിക്കൊണ്ട് വെക്കാൻ. ആ അത് ശരി. അപ്പൊ ഞാനവിടെ ആദ്യം വേലക്കാരനായി ചെന്നിട്ട് പിന്നെ മനസ്സിലായി. അതെ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വിഷ് യു സക്സസ്. അപ്പൊ ഈ സിറിഞ്ച് സിറിഞ്ചിന്റെ അമ്മൂമ്മയുടെ മനസ്സിലായി.